ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. മതേതരത്വ ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ യുവജനങ്ങൾ നടത്തുന്നതെന്ന് പട്ടാമ്പി മുനിസിപ്പാലിറ്റി MSF ജനറൽ സെക്രട്ടറി ഫസൽ പൂക്കോയ പറഞ്ഞു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന UDFും വിദ്യാർത്ഥി സംഘടനകളും മതേതരത്വ ഇന്ത്യക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് പട്ടാമ്പി മുനിസിപ്പാലിറ്റി MSF ജനറൽ സെക്രട്ടറി ഫസൽ പൂക്കോയ തങ്ങൾ പറഞ്ഞു. ACBയുടെ പ്രത്യേക ഇലക്ഷൻ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ 2 മണ്ഡലങ്ങളിലും ചരിത്ര വിജയം വീണ്ടും ആവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJPയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെയും അങ്ങനെ വല്ലാണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ നമ്മുടെ വാഗ്ദാനങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം ഈ രാജ്യത്തെ കാത്തു സംരക്ഷിക്കാനാണ്. ഈ നമ്മുടെ ഇന്ത്യയിലെ മതേതരത്തെ കാത്തു സംരക്ഷിക്കാനും ജനാധിപത്യത്തെ കൂട്ടുപിടിക്കാനുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു മുന്നണി ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നതിൻ്റെ കൂടെ നിൽക്കലാണ് ഓരോ വിദ്യാർത്ഥി എന്നുള്ളതിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അതാണ് നമ്മുടെ ആവശ്യം. അതല്ല എന്നുണ്ടെങ്കിൽ വരും കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും പ്രയാസത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ജില്ലയിൽ തന്നെ ഉൾപ്പെട്ട ഒരു മണ്ഡലമാണ് ആലത്തൂർ. അതുകൂടെ ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. രമ്യ ഹരിദാസ് പ്രത്യേക വൈബുള്ള ഒരു നേതാവാണ്. യുവജനങ്ങൾക്കിടയിൽ അത്രമാത്രം സമയം കണ്ടെത്തുന്ന ഒരു വ്യക്തിത്വമാണ്. അതേപോലെ അവരെ പ്രതിരോധിക്കാൻ മന്ത്രിസഭയിലെ ഒരു അംഗത്തെ തന്നെ പുറത്തിറക്കിയത്. അതിനെക്കുറിച്ചൊക്കെ ആ മണ്ഡലത്തെക്കുറിച്ച് എന്താണ് ഒരു കാഴ്ചപ്പാട്? തീർച്ചയായിട്ടും രമ്യ ഹരിദാസ് എന്ന് പറയുന്നത് താഴെ തട്ടിൽ നിന്ന് കയറി വന്നൊരു സ്ഥാനാർത്ഥിയാണ്, MP ആണ്. എല്ലാ ജനങ്ങൾക്കിടയിലും പാവപ്പെട്ട ജനങ്ങൾക്കിടയിൽ പാവപ്പെട്ടവരായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ് നമ്മുടെ പ്രിയങ്കരിയായ രമ്യ ഹരിദാസ്. എല്ലാ പ്രവർത്തനങ്ങളിലും അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ശ്രീകണ്ഠൻ സ്ഥാനാർത്ഥിയെ തുടർന്ന് നിർത്തിയതുപോലെ തന്നെയാണ് രമ്യ ഹരിദാസിനെ തുടർന്ന് നിർത്തിയത്. അവിടെ എന്തെങ്കിലും വിള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി അടുത്ത സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവരും. ഇതങ്ങനെ കൊണ്ടുവരാതെ അവരെ തന്നെ തുടർന്നുണ്ടെങ്കിൽ അവരുടെ മണ്ഡലത്തിൽ തന്നെ നല്ലൊരു ഐക്യത്തോടു കൂടി അവർക്ക് കൊണ്ടുപോകാൻ സാധിച്ചത് കൊണ്ട് തന്നെയാണ് അവരെ തുടർന്നുള്ള ഇതിലേക്ക് നയിക്കുന്നത്. തീർച്ചയായിട്ടും റിസൾട്ട് വരുന്ന സമയത്ത് രമ്യ ഹരിദാസ് ഉറപ്പായും ജയിക്കും. കാരണം അവിടുത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് രമ്യ ഹരിദാസിനെ കൂടെ നിൽക്കുന്നത് പാവപ്പെട്ട അണികളാണ്, പാവപ്പെട്ട ജനങ്ങളാണ്. അന്നന്ന് നിത്യ ജീവിതം കണ്ടെത്തുന്നവരാണ്. അപ്പോൾ അവരെ കൂടെ രമ്യ ഹരിദാസ് നിന്നതുകൊണ്ടാണ് രമ്യ ഹരിദാസിന് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് അവിടെ തന്നെ മത്സരിക്കാൻ നിൽക്കുന്നത്. വളരെ അധികം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു കാൻഡിഡേറ്റ് കൂടിയാണ് രമ്യ ഹരിദാസ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന സിറ്റിംഗ് MP ആയിട്ടുള്ള VK ശ്രീകണ്ഠനും ആലത്തൂരിലെ രമ്യ ഹരിദാസും വിജയം ആവർത്തിക്കുമെന്നും അതിനായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് MSF അടക്കമുള്ള യുവജന സംഘടനകൾ പ്രയത്നിക്കുന്നതെന്നും ഫസൽ പൂക്കോയ തങ്ങൾ കൂട്ടിച്ചേർത്തു. താങ്കൾക്ക് സൂചിപ്പിച്ച പോലെ ഈ പറഞ്ഞ പോലെ വോട്ടിംഗ് രേഖപ്പെടുത്തിയാൽ മാത്രമാണ് ഈ പറഞ്ഞ പോലെ ഭൂരിപക്ഷം കാര്യങ്ങളൊക്കെ സംഭവിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ സംഘടനാ പ്രവർത്തനം എങ്ങനെയാണ്? ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ വേണ്ടി വിദ്യാർത്ഥി സംഘടനകളെന്നും യുവജന സംഘടനകളുടെ പ്രവർത്തനം ഇപ്പോൾ എങ്ങനെയാണ് താങ്കൾ ഉൾപ്പെടെയുള്ള കൃത്യമായിട്ട് തന്നെ എല്ലാ ഏരിയകളിലേക്കും കവർ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും കണക്കിനനുസരിച്ചുള്ള പോയിന്റുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 10-12 പോയിന്റ് ഇടുമ്പോൾ തന്നെ ലേറ്റ് ആയാൽ പോലും നിർത്താതെ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നുണ്ട്. അവർക്ക് ആവശ്യങ്ങൾ അപ്പോൾ കേട്ടുകൊണ്ട് അത് പരിഹരിക്കാനുള്ള തയ്യാറെടുപ്പ് ഇപ്പോൾ തന്നെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെറുതെ പോയിട്ട് വോട്ട് ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നതിനേക്ക് അപ്പുറം നിങ്ങൾക്ക് എന്താണ് ആവശ്യങ്ങളെന്ന് കൂടിയുള്ളതും നമ്മൾ ഈ ഒരു ഇലക്ഷൻ പ്രചരണത്തിൽ തന്നെ നമ്മൾ നോക്കിക്കാണുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഒരു കുറച്ച് ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അടുത്തിടെ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം നടത്തിയത് വിദ്യാർത്ഥി സംഘടനകൾ, അത് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പ്രക്ഷോഭം നടത്തിയത് NCERT വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ഈ സിലബസ് മാറ്റം വരുത്തിയത്, അതിനെക്കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഓക്കെ. എന്താണ് ഇനി ഭാവി ഇന്ത്യ വിദ്യാർത്ഥി സമൂഹം എന്ന വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഭാവി ഇന്ത്യയെ കാത്തു സംരക്ഷിക്കാനാണ് നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ രാജ്യം പ്രയാസ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. ഈ രാജ്യത്തെ ഫാസിസ്റ്റുകൾ ഈ രാജ്യത്തെ ചുട്ട് കൊന്നുകളയുന്ന ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും അക്രമ രാഷ്ട്രീയമാണ് നമ്മൾ ഇവിടെ നോക്കിക്കാണുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന മതേതര രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന മതേതര ജനാധിപത്യത്തെ ഇവിടെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ മുസ്ലിം സമുദായത്തെയും ഹിന്ദു സമുദായത്തെയും മറ്റുള്ള മതങ്ങളെയെല്ലാം ഭിന്നിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഭരണം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാറാൻ ഒരു മുന്നണി രൂപപ്പെട്ടിട്ടുണ്ട്. ആ മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉള്ള ഒരു മുന്നണിക്ക് ജനങ്ങളുടെ എല്ലാവരും
അദ്ദേഹത്തിന് വോട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന് മുന്നണിയിൽ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലായുള്ള UDSF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.